ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാവസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഓരോന്നായിട്ട് കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇനി മാത്സിൻ്റെ എക്സാം ആണ് നാളെ നിങ്ങൾക്കുള്ളത്. നമ്മുടെ മെഗാ മാരത്തോൺ ഇന്ന് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ്. സോ ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ മക്കളെ. നമുക്ക് ഈ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഹൗ മെനി ചിൽഡ്രൻ ഗോട്ട് എ ഗ്രേഡ്? ഇതിൽ എത്ര കുട്ടികൾക്കാണ് എ ഗ്രേഡ് കിട്ടിയതെന്നാണ് ചോദിച്ചത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യാം, എ കിട്ടിയവരുടെ ഏറ്റവും അറ്റത്തേക്ക് പോവാ. ഇവിടെ നേരെ നോക്കിയാൽ മതി അല്ലേ. 9 പേർക്കാണ് അഥവാ 9 ആൾക്കാർക്കാണ് എ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഗ്രേഡ് ഡിഡ് മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഗെറ്റ്? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത് ഏത് ഗ്രേഡ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. നോക്കിക്കോളൂടാ, ഇവിടെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഏതാണ്? നമ്മുടെ ബി ഗ്രേഡ് ആണ്. അതിന്റെ നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 11 കുട്ടികൾക്കാണ് എന്ത് കിട്ടിയത്? ബി ഗ്രേഡ് കിട്ടിയത്. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡ് എന്ന് പറയുന്നത് 11 അതേതാണ്? നമ്മുടെ ബി ഗ്രേഡ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണവും ബി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഒബ്റ്റെയിൻഡ് എ ഗ്രേഡ് ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഒബ്റ്റെയിൻഡ് ബി ഗ്രേഡ്? എ ഗ്രേഡും ബി ഗ്രേഡും കിട്ടിയ കുട്ടികളുടെ വ്യത്യാസം എത്രയാണെന്നാ ചോദിച്ചത് അല്ലേ. എ ഗ്രേഡ് കിട്ടിയത് എത്ര പേർക്കാണ്? എ ഗ്രേഡ് കിട്ടിയത് 9 പേർക്കാണ്. അതേപോലെ ബി ഗ്രേഡ് കിട്ടിയതോ 11 പേർക്കാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതിടാ? 11ൽ നിന്നും 9 കുറയ്ക്കുക. എത്രയാണ്? 2 പേരുടെ വ്യത്യാസം അല്ലേ. 2 പേരുടെ വ്യത്യാസത്തിലാണ് എ ഗ്രേഡും ബി ഗ്രേഡും തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മക്കളെ. ഈ ചോദ്യം എന്തായാലും വരൂട്ടോ. നാളെ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ വന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ഗോട്ട് ഡി, ഇ ഗ്രേഡ്സ്? ഡി, ഇ ഗ്രേഡുകൾ കിട്ടിയവരുടെ ആകെ എണ്ണത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഡിയും ഇയും ആണ് നമ്മുടെ ഗ്രേഡുകൾ. നോക്കിക്കേടാ, ഡിയും ഇയും ആണ് നമ്മുടെ ഗ്രേഡുകൾ. ഡി ഏതാണ്? 3 നമ്മുടെ ഗ്രേഡ്. ഇ ഏതാണ്? 2 നമ്മുടെ ഗ്രേഡ്. സോ ഡി എന്ന് പറയുന്നത് 3ഉം ഇ എന്ന് പറയുന്നത് 2 പേർക്കുമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ചോദ്യം മോർ ദാൻ 10 ആണോ ഡിയും ഇയും? ഡിയും ഇയും കൂടെ കിട്ടിയവർ മോർ ദാൻ 10 ആണോ? 10ൽ കൂടുതലാണോ? അല്ല അല്ലേ. ആകെ എണ്ണത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സോ ആകെ എണ്ണം എത്രയാണ്? 3 + 2 5 ആകെയുള്ള എണ്ണം. ലെസ് ദാൻ 5, 5ൽ കുറവാണോ? ഡിയും ഇയും ഗ്രേഡുകൾ കിട്ടിയവരുടെ ആകെ എണ്ണം 3ഉം 2ഉം കൂടെ കൂട്ടിയ എത്രയാടാ? 5 കിട്ടിയത് അല്ലേ. അടുത്ത് നോക്കിക്കേ, 5നും 10നും ഇടയിലാണ്. 5ന്റെയും 10ന്റെയും ഇൻ ബിറ്റ്വീൻ ആണ് ഈ ഒരു ഗ്രേഡ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയത് എത്രയാണ്? ഡി + ഇ ചെയ്താൽ 5 നമ്മുടെ ഗ്രേഡ് എന്ന് കിട്ടി. ലാസ്റ്റ് ചോദ്യം, മോർ ദാൻ ദോസ് ഹു ഗോട്ട് സി ഗ്രേഡ്? സി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. അതായത് സി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് നമ്മുടെ ഡിയും ഇയും ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം ഒരുമിച്ച് കൂട്ടിയാൽ എന്നാണ് നമ്മുടെ ചോദ്യം. സി ഗ്രേഡ് കിട്ടിയവർ എത്രയാടാ? സി ഗ്രേഡ് കിട്ടിയത് 4 പേർക്ക് മാത്രമാണ്. ഡിയും ഇയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ഡിയും ഇയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കിട്ടുക. സോ 4 എന്ന് പറയുന്നത് ഒബ്വിയസ് ആയിട്ട് എന്താടാ? 5നേക്കാളും കുറവാണ്. സോ സി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. മോർ ദാൻ ദോസ് ഹു ഗോട്ട് സി ഗ്രേഡ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഡി, ഇ ഗ്രേഡുകൾ കിട്ടിയവരുടെ ആകെ എണ്ണത്തെക്കുറിച്ചാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. സോ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി റൈറ്റ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് ഗിവൺ എബവ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിയും സിയും കിട്ടിയ കുട്ടികളുടെ ഡിഫറൻസ് എത്രയാണ്, അഥവാ ബി ഗ്രേഡ് കിട്ടിയവരെക്കാൾ എത്ര കൂടുതലാണ്, തിരിച്ച് സി ഗ്രേഡ് കിട്ടിയവരെക്കാൾ എത്ര കൂടുതലാണ് ബി ഗ്രേഡ്? അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെയോ സിയും ഡിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എ ഗ്രേഡും ബി ഗ്രേഡും കിട്ടിയവരുടെ എണ്ണത്തിൽ വ്യത്യാസം എത്രയാണ്? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് എഴുതാൻ നമ്മുടെ മെഗാ മാരത്തോൺ കാണുക. ഓക്കെ, സോ യെസ്, ടാറ്റാ ബൈ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് മെസ്സ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.